ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് FD ഇടുന്നതിനെ കുറിച്ചാണ്. പല ആളുകളോട് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ FD ഇട്ടിട്ടുണ്ട്, ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻഷുറൻസിന് താല്പര്യമില്ല. കാരണം ഇൻഷുറൻസിന്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് FD ഇട്ടാലുള്ള ഗുണം എന്താണ്. FD ഇടാം, നമുക്ക് എല്ലാ തരത്തിലുള്ള പോർട്ട്ഫോളിയോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമാണ്. കാരണം ഷോർട്ട് ടൈം ആണ്, ലോങ് ടൈം ആണ്, ഗ്യാരണ്ടി ഉള്ളത്, അല്ലാത്ത നമ്മുടെ ചെറിയ ചെറിയ ഗോൾസിന് വേണ്ടി, അങ്ങനെ പല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത് എപ്പോഴും നല്ലത് തന്നെ, അത് മോശമല്ല. പക്ഷെ FD മാത്രമായിട്ട് നമ്മൾ നമ്മുടെ റിട്ടയർമെന്റോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമോ ഒക്കെ FD മാത്രമായിട്ട് നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാലുള്ള ദൂഷ്യം എന്ന് പറയുന്നത്, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കറിയാം. ഇപ്പോൾ FDയുടെ റേറ്റ് ഒക്കെ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കൂടുമ്പോൾ അതിന്റെ റേറ്റ് ഒരുപാട് കുറയുന്നുണ്ട്. ഒരു 16% തുടങ്ങിയ റേറ്റ് ഇന്ന് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 6%, 7% ഒക്കെയാണ് മാക്സിമം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആശ്രയിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി FD ഇട്ട് കഴിഞ്ഞാൽ തന്നെ സീനിയർ സിറ്റിസൺസിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വേറെയാണ്, അതുപോലെ മറ്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും വേറെയാണ്. അപ്പോൾ സീനിയർ സിറ്റിസന്റെ പേരിലാണ് ഇട്ടിരിക്കുന്ന ഒരു ഇത്, ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫിനൊക്കെ വേണ്ടി സീനിയർ സിറ്റിസൺസ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് FDയിൽ മാത്രം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് 50,000 രൂപ വരെ ഇൻട്രസ്റ്റ് ഒരു വർഷം കിട്ടിക്കഴിയുമ്പോൾ, 50,000 രൂപ വരെയാണെങ്കിൽ അവർക്ക് അതിന് ടാക്സ് കൊടുക്കണ്ട. പക്ഷെ 50,000 രൂപയ്ക്ക് മേലെ വരുന്നതിന് 10% അവർ ടാക്സ് കൊടുക്കണം. അത് പാൻ ഉണ്ടെങ്കിൽ. ചില ആളുകൾക്ക് പാനേ ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ 20%ഉം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി മറ്റ് ഇൻഡിവിജ്വൽസിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ 40,000 രൂപ വരെ ഒരു വർഷത്തിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന്, അതിപ്പോൾ FD ആയിരിക്കാം, വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡെപ്പോസിറ്റുകളിൽ കിട്ടുന്നതായിരിക്കാം, എല്ലാം കൂടെ വരുമ്പോൾ നോക്കുമ്പോൾ 40,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കണ്ട. 40,000 രൂപയ്ക്ക് മുകളിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് എങ്കിൽ അതിന് 10%, ഈ പറഞ്ഞ പോലെ പാൻ ഉണ്ടെങ്കിൽ 10%, പാൻ ഇല്ലെങ്കിൽ 20% ടാക്സ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എത്ര കൂടുതൽ ഇൻട്രസ്റ്റിന് ഒരു പരിധിയുണ്ട് ബാങ്കിലൊക്കെ. ആ ഒരു വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറവാണ്. ഇനി ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ് തന്നെ കാണില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കിട്ടുന്ന ഇതിന് ടാക്സ് കൊടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇൻഷുറൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ടാക്സ് ഫ്രീ ആണ്. അതായത് 5 ലക്ഷം പ്രീമിയം വരെയുള്ള എമൗണ്ടിന് ഇപ്പോൾ നിലവിൽ ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പല ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാതെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. എപ്പോഴും മുൻപന്തിയിൽ, അതായത് ബേസിക് നല്ലതാണെങ്കിൽ മേപ്പോട്ട് എല്ലാം കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നമ്മുടെ ഇൻഷുറൻസിലായിരിക്കണം, നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നർത്ഥം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.